കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ജനപ്രതിനിധികളിൽ 170 പേർ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരാണ്. ഇവരാണ് രാജ്യം നിയന്ത്രിക്കാൻ പോകുന്നത്. ഇതിനെ ഒരു മാറ്റം വരാൻ ആദ്യപടിയായി എന്തു ചെയ്യണം? അടുത്തതായി, നമ്മുടെ നാട്ടിലെ നല്ല വ്യക്തികൾ ജനപ്രതിനിധികളാവാൻ രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരമാണ് വേണ്ടത്. അതിന് നമുക്ക് ആദ്യപടിയായിട്ട് എനിക്ക് തോന്നുന്നൊരു ഉത്തരം പറയാം. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കേരളത്തിലിപ്പോൾ അടുത്ത് വരുന്ന തദ്ദേശ കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളും സഖ്യങ്ങളുമായി മത്സരിക്കാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും എവിടെയൊക്കെ മത്സരിക്കാനുള്ള ശക്തിയുണ്ട്, സൗകര്യമുണ്ട്, ആ പ്രദേശങ്ങൾ മുഴുവനും അതാത് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുക. സഖ്യങ്ങളും മുന്നണികളും ഇല്ലാതെ വേണം മത്സരിക്കാൻ. അപ്പോൾ ഓരോ പാർട്ടിക്കും എത്രമാത്രം ശക്തിയുണ്ട്, കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നല്ല പല വ്യക്തികൾക്കും ആ പ്രദേശങ്ങളിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടും. രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളും സഖ്യങ്ങളുമായി മത്സരിക്കുമ്പോൾ കഴിവ് കുറഞ്ഞ ആളുകളാണെങ്കിലും മുന്നണികളുടെ സഖ്യത്തിൻ്റെ ബലത്തിൽ അവർക്ക് ജയിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. നേരെ മറിച്ച് മുന്നണികളും സഖ്യങ്ങളും ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണെങ്കിൽ നല്ല കഴിവുള്ള വ്യക്തികൾക്ക്, ആ നാട്ടിലെ പ്രദേശത്തെ വ്യക്തികൾക്ക് വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത്തരം ഒരു തുടക്കം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിൽ, കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ കഴിവുള്ള വ്യക്തികൾ, പുതിയ ആശയമുള്ള ആളുകൾ, നല്ല മനസ്സിലുടമകൾ ജനം തിരഞ്ഞെടുത്ത് അവർ ഭാവിയിൽ MLA MP എന്ന തരത്തിലേക്ക് ഉയരാനുള്ളൊരു സാഹചര്യം വരും. ജയിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി, അവരുടെ ഈ വോട്ടിൻ്റെ ബലം, കാര്യങ്ങളെല്ലാം അവരവർക്ക് തന്നെ തിരിച്ചറിയാൻ വരുമ്പോൾ അതിനുശേഷം പിന്നീട് സഖ്യങ്ങളും കാര്യങ്ങളും ഒക്കെ രൂപാന്തരപ്പെട്ടെടുക്കാനുള്ളൊരു ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അല്ലെങ്കിൽ മോശം സ്വഭാവ രീതിയിലുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, സഖ്യം ഇല്ലാതെ മത്സരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല മനുഷ്യരും അവരും തമ്മിലുള്ള ഒരു പോരാട്ടങ്ങൾ സംഭവിക്കുമ്പോൾ പൊതുവെ നല്ലവരായ ജനങ്ങൾ കൂടുതൽ നല്ല ജനങ്ങളെ തിരഞ്ഞെടുക്കാനുള്ളൊരു സാധ്യത വരും. ഇതാണ് ഒരു പ്രാഥമികമായിട്ട് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കരുത് എന്തെങ്കിലും ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഈ നിയമം നടപ്പിലാക്കേണ്ടത് നമ്മുടെ പാർലമെൻറ്റ്, സുപ്രീം കോടതി ഒക്കെയാണല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെയാണ്. എന്തൊക്കെ നിയമങ്ങൾ, എന്തൊക്കെ ചട്ടങ്ങൾ കൊണ്ടുവന്നാലും അതിനെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കണ്ടുപിടിക്കും. കാരണം അവരുടെ സംബന്ധിച്ചുള്ള മുഖ്യ ലക്ഷ്യം അധികാരം നേടുക എന്നുള്ളതാണ്. അതിന് ഏത് മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. കാപ്പ് തരം അനുസരിച്ച് അവർ ഏത് മാർഗം സ്വീകരിച്ച് അതിന് എന്ത് തരത്തിലുള്ള പ്രക്രിയയും, ഒരു സീറ്റ് കിട്ടാൻ, ഒരു സ്ഥാനം കിട്ടാൻ എന്തും ചെയ്യുന്നൊരവസ്ഥയാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അതിൽ മാറ്റം വരണമെങ്കിൽ നല്ലവരായ ജനങ്ങൾ ജനപ്രതിനിധികളായി രംഗത്ത് വരണം. അതിന് ഇത്തരമൊരു സംവിധാനത്തിൽ കൂടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വ്യക്തികൾ രംഗത്ത് വരികയും അവർക്കൊരു അവസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉള്ളൊരു അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൃഷ്ടിക്കണം. അതാ തുടക്കം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലായിരിക്കണം തുടങ്ങേണ്ടത്. അവിടെ നിന്ന് വരുന്ന ആളുകൾ ഭാവിയിൽ ഈ MLA MP മാറുകയാണെങ്കിൽ ഈ വരുന്നൊരു വ്യത്യാസം ഉണ്ടായിരിക്കാം. ചെറിയൊരു അഭിപ്രായം ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ കഴിവുള്ളവരപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ പേടിച്ച് മാറി നിൽക്കുകയാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു 3000-4000 വോട്ടൊക്കെയാണ് ഒരു വാർഡിൽ വരുന്നത്. ഒരു വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരു 500-600 വോട്ടൊക്കെ പിടിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മുന്നണിയും മത്സരിക്കുകയാണെങ്കിൽ ഒരു കഴിവ് കേട്ട ആളാണെങ്കിലും രാഷ്ട്രീയത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന അണികളുള്ളതുകൊണ്ട് പലരും ഈ പാർട്ടി ചിഹ്നത്തിൽ അവർ വോട്ട് ചെയ്യും, വ്യക്തികളെ നോക്കാതെ. നമ്മളിപ്പോൾ ഈ ഓരോ ഇലക്ഷനും നോക്കുമ്പോൾ അറിയാമല്ലോ, കണ്ടമാനം വ്യക്തികൾ ജയിച്ചു വരുന്ന ആളുകൾ എതിർ സ്ഥാനാർത്ഥിയേക്കാളോ എല്ലാ നിലയിലും മോശം ക്യാരക്ടറുകളായ ആണെങ്കിൽ തന്നെ പാർട്ടിയുടെ മുന്നണിയുടെ ബലത്തിൽ ജയിച്ചു വരാനുള്ള സാധ്യത ഇന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ കക്ഷി രാഷ്ട്രീയം കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും
മത്സരിച്ചോട്ടെ. ഒരു മുന്നണികളും സഖ്യങ്ങളായിട്ട് മത്സരിക്കാതിരിക്കുക. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സ്ഥലങ്ങളും മത്സരിക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ലാണ്. അവർക്ക് തന്നെ അവരുടെ ഓരോ വാർഡുകൾ നിർത്തി ജയിപ്പിക്കും. ഇന്നിപ്പോൾ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇവിടെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡിലും വ്യക്തികളെ നിർത്തി ജയിപ്പിക്കാൻ കഴിവുള്ള നേതാക്കൾ, അണികൾ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് 90%. പക്ഷെ നേരെ മറിച്ച് സഖ്യങ്ങൾ ആയി വരുമ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു? ഒരു സാധ്യത കിട്ടുകയാണ്. അത് ഒഴിവായാൽ തന്നെ നല്ലവരായ കുറേ മനുഷ്യർക്ക് അവസരങ്ങളുണ്ടാവും. കാരണം സ്വതന്ത്രന്മാരായിട്ട് കഴിവുള്ള വ്യക്തികൾ കയറി വരും. അവർ കയറി വന്നതിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ചേരി അവരായിട്ട് സഖ്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും കക്ഷി രാഷ്ട്രീയം, ഈ സഖ്യ രാഷ്ട്രീയങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് ഇതിനൊരു ചെറിയൊരു തുടക്കം കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.